ക്യാൻസർ നമുക്ക് തടയാൻ സാധിക്കുമോ? ക്യാൻസർ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ സാധിക്കുമോ? ഇതൊക്കെയാണ് പലർക്കും അറിയാൻ ആഗ്രഹമുള്ള വിഷയങ്ങൾ. ക്യാൻസർ തടയാൻ വേണ്ടി ജീവിത മാർഗങ്ങൾ മാറ്റിയാൽ ഒരു പരിധിവരെ ക്യാൻസർ തടയാൻ സാധിക്കുന്നതാണ്. അതിന് ആദ്യമായിട്ട് വേണ്ടത് വ്യായാമമാണ്. ഒരു ദിവസം ഒരു അരമണിക്കൂർ വെച്ച് ആഴ്ചയിൽ ഒരു 5 ദിവസം നടക്കണം എല്ലാ വ്യക്തികളും. അത് അത്യാവശ്യം സ്പീഡിൽ തന്നെ നടക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു 20% വരെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കുറയും. കാരണം അമിതവണ്ണമാണ് ക്യാൻസറിൻ്റെ ഒരു പ്രധാന കാരണം. അമിതവണ്ണം കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള ക്യാൻസറുകളൊന്ന് ഈസഫാഗസ്, അതായത് അന്നനാളത്തിലെ ക്യാൻസർ, എൻഡോമെട്രിയം, അതായത് ഗർഭാശയ ക്യാൻസർ, ബ്രസ്റ്റ്, അതായത് സ്തനാർബുദം, പിന്നെ ലിവർ ക്യാൻസർ, അതായത് കരളുടെ ക്യാൻസർ. ഇവയൊക്കെ അമിതവണ്ണം കാരണം ഉണ്ടാകാൻ സാധ്യതയുള്ള ക്യാൻസറുകളാണ്. അപ്പോൾ അമിതവണ്ണം കാരണം ഉണ്ടാകാനുള്ള ക്യാൻസറുകൾ വ്യായാമത്തിൽ കൂടെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. ഒരു ആഴ്ച 150 മിനിറ്റാണ് റെക്കമെൻഡഡ് ആയിട്ടുള്ള വ്യായാമ പരിധി. അതുപോലെ ഒരു 2.5 തൊട്ട് 5 കിലോ വരെ വെയിറ്റ് കുറയുകയാണെങ്കിൽ, അതായത് വ്യായാമത്തിലൂടെ വെയിറ്റ് കുറയുകയാണെങ്കിൽ 20% വരെ ഈ പറഞ്ഞ ക്യാൻസറുകൾ തടയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ക്യാൻസർ പ്രിവെൻഷന് വേണ്ടി ആദ്യം ചെയ്യാൻ പറ്റുന്നത് എക്സസൈസ്. രണ്ടാമത് ആഹാരം ക്രമീകരിക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ മലയാളികളുടെ ഒരു മെയിൻ ആഹാരമാണ് പൊറോട്ടയും ബീഫും. എന്നാൽ ഈ പൊറോട്ട വളരെ അപകടകാരിയായിട്ടുള്ള ഒരു ആഹാര പദാർത്ഥമാണ്. ഇതിൻ്റെ മൈദ നമ്മുടെ മലത്തെ കട്ടിയാക്കുകയും അതിനാൽ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ധാതുക്കൾ കുടലിൽ കൂടുതൽ നേരം നിൽക്കുകയും ചെയ്യുന്നതാണ്. ഇങ്ങനെ നിൽക്കുന്നതിലൂടെ ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടും. ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഫോർ എഗൻസ്റ്റ് ക്യാൻസർ ക്ലാസിഫൈ കാർസിനോജൻസ്, അല്ലെങ്കിൽ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യത ഉള്ള വസ്തുക്കളെ ക്ലാസിഫൈ ചെയ്തതിൽ കാറ്റഗറി 2 ആയിട്ടാണ് മൈദ, അതായത് പ്രോസസ്ഡ് വീറ്റിനെ പറയുന്നത്. അപ്പോൾ ഈ മൈദ ഉപയോഗിക്കുന്ന സാധനങ്ങൾ കുറയ്ക്കാമെങ്കിൽ ഒരു പരിധിവരെ ക്യാൻസറുകൾ തടയാനും നമുക്ക് സാധിക്കും. അപ്പോൾ നമ്മൾ എന്ത് അവോയ്ഡ് ചെയ്യണമെന്ന് കേട്ടു. എന്നാൽ ഏത് ആഹാരമാണ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടതെന്നുള്ളതുമുണ്ട്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം അതിനകത്തുള്ള വൈറ്റമിൻസ്, അതുപോലെ ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ ക്യാൻസർ തടയാനുള്ള കാരണങ്ങളാണ്. അതുപോലെ തന്നെ ഫൈറ്റോ ഈസ്ട്രോജൻസ് കൂടിയ ആഹാരങ്ങൾ, അത് സോയാബീന്, അതുപോലെ പാല്, ഇതൊക്കെ ക്യാൻസർ തടയാനുള്ള ആഹാരങ്ങളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് വ്യായാമം, രണ്ടാമത് ഭക്ഷണ ക്രമീകരണം. ഇനിയും ഏതെങ്കിലും മരുന്നുകൾ കൊണ്ട് നമുക്ക് ക്യാൻസർ തടയാൻ സാധിക്കുമോ? സാധിക്കും. കോളൻ ക്യാൻസർ, അതായത് കുടലിൻ്റെ ക്യാൻസർ തടയാൻ വേണ്ടി ആസ്പിരിൻ, അതായത് നമ്മുടെ ഹാർട്ടിന് വേണ്ടിയുള്ള ഗുളികയാണ്. ആസ്പിരിൻ എന്ന ഗുളിക നമ്മൾ സ്ഥിരം കേൾക്കുന്ന ഹാർട്ടിൻ്റെ ബ്ലഡ് തിന്നറായിട്ടാണ്, ഹാർട്ടിന് അസുഖമുള്ളവർക്ക് ബ്ലഡ് തിന്നറായിട്ട് ഉപയോഗിക്കുന്ന ഒരു മരുന്നാണ്. അതുപോലെ ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മരുന്നാണ്, അതായത് സന്ധിവേദനകളൊക്കെ ആസ്പിരിൻ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഹയർ ഡോസ് എടുക്കുമ്പോൾ കുടലിൻ്റെ ക്യാൻസർ തടയാൻ സാധിക്കും. അത് എല്ലാവരും എടുക്കണമെന്നല്ല, ഒരു ജനറ്റിക്കായിട്ടുള്ള അസുഖം ഉണ്ടാകാൻ സാധ്യതയുള്ള ആൾക്കാർ എടുക്കുന്നതിൽ ക്യാൻസർ തടയാൻ സാധിക്കും. അതുപോലെ സ്തനാർബുദം തടയാൻ വേണ്ടി ടെമോക്സിഫൻ എന്ന മരുന്നുണ്ട്. അപ്പോൾ ഈ മരുന്നുകൾ ആവശ്യമുള്ളവർ കഴിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതിന് ശേഷം ആവശ്യമുള്ളവർ കഴിക്കുകയാണെങ്കിൽ അതത് ക്യാൻസറുകൾ തടയാൻ ഈ മരുന്നുകളാൽ സാധിക്കുന്നതാണ്. പിന്നെ വാക്സിൻ, നമുക്ക് കുഞ്ഞുങ്ങൾക്കെല്ലാം വാക്സിൻ കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ വാക്സിൻ കൊണ്ട് ക്യാൻസറും തടയാൻ സാധിക്കുമോ? ഇൻഫെക്ഷൻസ് ആണ് വാക്സിൻ തടയുന്നത്. അപ്പോൾ ഇൻഫെക്ഷൻ കാരണമുണ്ടാകുന്ന ക്യാൻസർ വാക്സിന് തടയാൻ സാധിക്കുന്നതാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് കാർസിനോം ഓഫ് സെർവിക്സ് ആണ്, അതായത് ഗർഭാശയമുഖ ക്യാൻസർ. അത് ഹ്യൂമൻ പാപ്പിലോമ വൈറസ് എന്ന വൈറസാണ് ഈ ഗർഭാശയമുഖ ക്യാൻസർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ വൈറസിനെ തുരത്തുവാൻ വേണ്ടിയുള്ള വാക്സിൻ അവൈലബിൾ ആണ്. ഇത് സാധാരണ രീതിയിൽ 9 തൊട്ട് 16 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്കാണ് റെക്കമെൻഡഡ് ആയിട്ടുള്ളത്. ഇത് ആൺകുട്ടികൾക്കും എടുക്കാൻ സാധിക്കുന്നതാണ്. കാരണം ലിംഗത്തിൻ്റെ ക്യാൻസർ തടയാൻ വേണ്ടി, ലിംഗത്തിൻ്റെ ക്യാൻസറും ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ലിംഗത്തിൻ്റെ ക്യാൻസർ തടയാൻ വേണ്ടി HPV വാക്സിൻ എടുക്കുന്നതിലൂടെ നമുക്ക് ആ ക്യാൻസറും തടയാൻ സാധിക്കുന്നതാണ്. എന്നാൽ 9 തൊട്ട് 16 വയസ്സ് വരെ കഴിഞ്ഞും ഒരു 45 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് ഈ വാക്സിൻ സ്വീകരിച്ചാൽ അവർക്ക് ക്യാൻസർ തടയാൻ സാധിക്കുന്നതാണ്. സാധാരണ രീതിയിൽ അത് 3 ഡോസാണ് എടുക്കുന്നത്. എന്നാൽ 1 ഡോസെങ്കിലും എടുക്കുന്നത് റെക്കമെൻഡഡ് ആണ്. അത് ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ഇൻഫെക്ഷൻ തടയുകയും അതിലൂടെ തന്നെ അതുകൊണ്ട് ഉണ്ടാകാവുന്ന ഗർഭാശയമുഖ ക്യാൻസർ തടയുകയും ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ആഹാരം ക്രമീകരിക്കാം, വ്യായാമം ചെയ്യാം, വാക്സിനുകൾ എടുക്കാം.
ഈ മാർഗത്തിലൂടെ ക്യാൻസർ നമുക്ക് തടയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അറിവ് നേടൂ, ക്യാൻസറിൽ നിന്ന് മുക്തി നേടൂ, ക്യാൻസർ വരാതിരിക്കാൻ നമുക്ക് സാധിക്കട്ടെ. താങ്ക് യു.